ഭാവിയിലെ യുദ്ധമുഖങ്ങൾ കീഴടക്കാൻ ഡിജിറ്റൽ യുഗത്തിലേക്ക് ചുവടുവെച്ച ഇന്ത്യൻ സൈന്യം 6G, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സേനയിൽ ഉൾപ്പെടുത്തും. 2026 നെറ്റ്വർക്കിംഗ് ആൻഡ് ഡേറ്റാ സെൻട്രിസിറ്റി വർഷമായാണ് കരസേന ആചരിക്കുന്നത്. ഭാവിയിലെ യുദ്ധങ്ങളെ നേരിടാൻ ഹൈടെക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലേക്ക് ചുവടുവെച്ച ഇന്ത്യൻ സൈന്യം 6G, ക്വാണ്ടം കമ്പ്യൂട്ടറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ വൻ പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി 2026 നെറ്റ്വർക്കിംഗ് ആൻഡ് ഡാറ്റാ സെൻട്രിസിറ്റി വർഷമായാണ് ആചരിക്കുന്നത്. ഇതിനായി IIT മദ്രാസ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ 16 പ്രമുഖ ഗവേഷണ കേന്ദ്രങ്ങളുമായി സൈന്യം കൈകോർത്തിട്ടുണ്ട്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നടപടികളും ഊർജിതമാക്കിയിട്ടുണ്ട്. 2020 മുതൽ ഒപ്പിട്ട സൈനിക കരാറുകളിൽ 91% ഇന്ത്യൻ കമ്പനികൾക്കാണ് ലഭിച്ചത്. ഉപയോഗിക്കുന്ന വെടിയുണ്ടകളിൽ 93% ഇപ്പോൾ രാജ്യത്ത് തന്നെയാണ് നിർമ്മിക്കുന്നത്. ഡ്രോണുകൾ, ബഹിരാകാശം, സൈബർ, നോൺ കൈനറ്റിക് യുദ്ധമുറകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പുതിയ യുദ്ധതന്ത്രങ്ങൾ സൈന്യം ആവിഷ്കരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ കരസേനയുടെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 300-ലധികം വൻ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ നയങ്ങളിലൂടെ ആയുധ സംഭരണത്തിലും വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങൾ, അത്യാധുനിക ആയുധങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ ഉപകരണങ്ങൾ എന്നിവ പൂർണ്ണമായും തദ്ദേശീയമായി വാങ്ങിയിട്ടുണ്ട്. മനുഷ്യന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതും എന്നാൽ അത്യാധുനിക മാരകശേഷിയുള്ളതുമായ ഡ്രോൺ അധിഷ്ഠിത ആയുധ സംവിധാനങ്ങളും സൈന്യം സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.